വിനേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കും. വിനേട്ടൻ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊരു തോന്നൽ, അത് മാത്രം മതി എനിക്ക്. ഞാനൊരു ഭാഗ്യവാനാണല്ലേ. അമ്മയെ പോലൊരു അമ്മ, നീനെ പോലൊരു ഭാര്യ, ഇനി എന്നെ പോലൊരു മോൻ, എന്നെ പോലൊരു മോളും. നീന, കല്യാണത്തിന്റെ ആദ്യ നാളുകളാ. നമ്മൾ ഒരുപാട് പ്രായമായവരെ പോലെ സംസാരിക്കുന്നു. ഓ, ഇങ്ങനെയൊക്കെ മതി. ശരിയാ, ഇങ്ങനെയൊക്കെ മതി. ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഒരേ താളത്തിൽ. ഈ മീശ ഒന്ന് ട്രിം ചെയ്യണം. ഞാനൊരു നായരാ. അതുകൊണ്ട് എന്താ, കൂടുതൽ മീശ വേണോ? നീനൊരു ക്രിസ്ത്യാനിയാ. അതുകൊണ്ട് എന്താന്ന്? അതുകൊണ്ട് അത്യാവശ്യമായിട്ട് എനിക്കൊരു ഉമ്മ തരണം. വിനയേട്ടന് എപ്പോഴും ഇതേ ഉള്ളൂ. ഇതൊന്നും അല്ല വിനയേട്ട സ്നേഹം. പിന്നെന്തുവാ? ഡോക്ടർ, കല്യാണം കഴിഞ്ഞ് എത്ര നാളിന് ശേഷമാ എന്റെ മമ്മിയെ ഡോക്ടറുടെ അമ്മ കാണുന്നത്? 4 മാസം കഴിഞ്ഞു. ഓ, ഡോക്ടർ ശർമ്മ പ്രോബ്ലം അല്ലേ? ആ, വേഗം റെഡിയായിക്കോളൂ. ഉടനെ പുറപ്പെടണം. എങ്ങോട്ട്? മണിവത്തൂരിലേക്ക്. ഡോക്ടർ ശർമ്മ തിരിച്ചു വന്നു. ഇനി എനിക്ക് അവധി, അമ്മയുടെ നീണ്ട 4 മാസത്തെ കാത്തിരിപ്പിനും അവധി. വേഗം റെഡിയാ. അയ്യോ, ഡാഡിയും ജോസിനും ഒന്ന് വന്നോട്ടെ. ജോസിനോട് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, നീനൊന്ന് റെഡിയായ മതി. അയ്യോ, ആദ്യം പോവല്ലേ, ഏതാ എന്തൊക്കെയാ എടുക്കുക? ഒന്നും എടുക്കണ്ടെന്നേ, എന്റെ പക്ഷി ഒന്ന് കണ്ടാ മാത്രം മതി അമ്മയ്ക്ക്. വാ. ഡോക്ടറുടെ 6 ഷർട്ടും 4 പാന്റും ഉണ്ട്, മതിയല്ലോ? ഓ, ധാരാളം. ഇതിപ്പോ ഇടാൻ ഞാൻ സാരി മാത്രം എടുത്താൽ മതിയല്ലോ, ജീൻസും ടോപ്പും വേണ്ട? അയ്യോ, വേണ്ട. അമ്മയ്ക്ക് എന്താ കൊടുക്കുന്ന വിനയേട്ടാ? അമ്മയ്ക്ക് ഒന്നും വേണ്ട, നീനെ ഒന്നും ചെന്നാ മതി. ഡോക്ടറോട് പറയാൻ എനിക്കൊരു രഹസ്യമുണ്ട്. എന്താണ്? നാട്ടിൽ ചെല്ലട്ടെ, നല്ലൊരു മുഹൂർത്തം നോക്കി പറയാം. ജോസ് ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു. എപ്പോഴാ പുറപ്പെടുക? ഞങ്ങളിതേ പുറപ്പെടുക. അതെയോ? എങ്കിൽ അതുപോലെ ഇനി തിരിച്ചു വരണം. മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല, ഒരു ദിവസം പോലും ഞങ്ങൾ ഇവളെ പിരിഞ്ഞിരുന്നിട്ടില്ല. ആദ്യമായിട്ട് പോവല്ലേ, വീട്ടിൽ ചെല്ലുമ്പോ അമ്മ ചോദിക്കും അച്ഛനും ആങ്ങളെയൊക്കെ എന്തു തന്നു. ഇത് സ്ത്രീധനമായിട്ട് കരുതണ്ട. നീനയുടെ പേര് ബാങ്കിൽ ഉണ്ടായിരുന്ന 9 ലക്ഷം രൂപ വിനയന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാ. വാങ്ങിക്കോളൂ. ഇത് നീനയുടെ അമ്മയുടെ സമ്പാദ്യ ഇൻഷുറൻസ് ഒക്കെയാ. ഇനി വിനയനാ ഇതിന്റെ അവകാശം. സോറി, ഞാൻ ഇതിനു വേണ്ടിയൊന്നും അല്ല നീനെ വിവാഹം കഴിച്ചത്. ഞാനിത് വാങ്ങില്ല. എന്റെ അമ്മയ്ക്ക് ഇത് ഇഷ്ടാവില്ല. നിർബന്ധിക്കരുത്. എങ്കിലിത് ബാങ്കിൽ തന്നെ കിടക്കും. എപ്പോ വേണമെങ്കിലും വിനയൻ ഉപയോഗിക്കാം. മോളെ, ഏത് കാറാ കൊണ്ടുവന്നത്? കാറോ? ബസ്സിലും ഓട്ടോറിക്ഷയിലും കഴിയുമെങ്കിൽ കാളവണ്ടിയിലും ഒക്കെ യാത്ര ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഡോക്ടറുടെ വീടാണോ ഇത്? അതെ. ഇത്ര വലുതോ? ഓ, ഈ വലിപ്പൊന്നും എന്റെ അല്ല, അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയതാ. തലമുറകൾ അത് കാത്തു സൂക്ഷിച്ചെന്നേ ഉള്ളൂ. എന്തേ അമ്മ? ഡോക്ടർ പറഞ്ഞില്ലേ പടിവാതുക്കൾ കാത്തു നിൽക്കുന്നുണ്ടാവുന്നു? അതെ, അതാണ് പതിവ്. അതാണ് എന്റെ അമ്മ. എന്തത്ര ധൃതി? പതുക്കെ പോവാം. നീ എനിക്കെന്താ നാണമാണോ? അമ്മ എങ്ങനെയായിരിക്കും? അതെ, അത് തന്നെ കാണാനാ ഞാനും കാത്തിരിക്കുന്നേ. ഡോക്ടർ ചെല്ലും, ഞാൻ പുറകെ വരാം. 4 മാസം കഴിഞ്ഞപ്പോഴാണ് നവവധുവിന് നാണം. അമ്മേ, അമ്മേ, നീനഞ്ഞു വന്നേ. എനിക്ക് വയ്യ. ചേടാ. അമ്മേ, അമ്മേ, അമ്മേ. എന്താ ഇങ്ങനെ? അമ്മയ്ക്കെന്നാണോ? എന്റെ പക്ഷിയെ പരിചയപ്പെടണ്ടേ? നീ പരിചയപ്പെടുത്തൊന്നും വേണ്ട, ഞാൻ കണ്ടോളാം. എന്നാ വാ. എന്റെ കയ്യെന്നോട് വിനയാ, ഞാൻ കണ്ടോളാന്ന് പറഞ്ഞില്ലേ? ചേട്ടാ, ഇത് മരുമകളേക്കാൾ നാണമാണോ അമ്മായിയമ്മയ്ക്ക്?
വെറുതെ കൊച്ചു പെമ്പിള്ളേരെ പോലെ നിൽക്കണെങ്കിൽ എന്റെ വന്നേ ഇവിടെ വാ. ഇത് കൈവിട് അമ്മ ഇഞ്ഞ് വന്നോ? നിൽക്കുന്നു. ഛെ, അത് കണ്ടാ മോശം. ഓ നീ അവളെന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഇത് കഴിച്ചുപിടി ഞാൻ ഇതാണ് എന്റെ അമ്മ. ചേടാ ഇതെന്താ ടാബ്ലോയോ? ഒന്ന് വിളിക്കമ്മേ. വാ മോളെ. നീ എഴുതിയതൊക്കെ സത്യമാണോ മോനെ? ഇവിടെ ലണ്ടനിലും സിംഗപ്പൂരിലും ആയിരുന്നെന്നും ക്രിസ്ത്യാനിയാണെന്നൊക്കെ. എന്താ അമ്മയ്ക്ക് വിശ്വാസം പോരെ? ഏതായാലും അമ്മയ്ക്ക് ഇഷ്ടമായി മോനെ നിന്റെ പക്ഷി. ആ അത് പറ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതല്ലേ. അമ്മയെ കണ്ടാൽ ഉടനെ അമ്മയുടെ കാലി വീണോന്ന്, കാലി വീണ ഉടനെ അമ്മ തലകുത്തി വീഴുന്നൊക്കെ അല്ലേ? ഇതാ മോളെ, വലതുകാലം വെച്ച് അകത്തേക്ക് കേൾക്കോളൂ. സാരി കാലിലുടക്കി. സാരമില്ല. സാരി ഉടുക്കാൻ പഠിപ്പിച്ച ഗുരുവിനെ സ്മരിക്കാത്തോണ്ടാ. മദാമ്മമാരുടെ ഡ്രസ്സിന്റെ സ്വാതന്ത്ര്യം ഒന്നും സാരി സമ്മതിക്കില്ല. അടക്കം ഒതുക്കം. മോളെ, മോളെ അകത്തോട്ട് കയറിക്കും. ഞാൻ ഇപ്പൊ വരാം. എന്റെ ഭഗവാനെ, എന്തായത്? എന്റെ മോക്കൊന്നും സംഭവിക്കരുത്. എല്ലാം നല്ലതേ വരാവൂ. അയ്യപ്പാ, അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ അമ്മ ശരിയായിക്കോളും. ഇനി കുറെ നാളത്തേക്ക് അമ്പലവും പൂജയും ഒക്കെ ആയിരിക്കും. ഇന്ന് രാവിലെ അമ്മ കണിയാനെ പഠിപ്പിച്ചു. കനപ്പും മങ്ങലെ കേളുകണിയാരെ. കവടി നിരത്തിയപ്പോ പുള്ളി പറഞ്ഞത് ശുചീന്ദ്രത്ത് പോയി കുളിച്ചു തൊഴുതാ സകലതിനും പരിഹാരമാകുന്ന. എനിക്കിതൊരു വിശ്വാസമൊന്നുമില്ല. എന്നാലും പോണം. അമ്മയുടെ വിശ്വാസമല്ലേ, തെറ്റില്ല. എവിടെ അത്? ശുചീന്ദ്രമോ? കന്യാകുമാരിയില്. ഹായ്, അപ്പൊ എനിക്ക് കന്യാകുമാരി കാണാലോ. കന്യാകുമാരിയേക്കാളൊക്കെ എത്ര മനോഹരമാണ് മോളെ എന്റെ ഈ മണപ്പുറം, എന്റെ ഈ കളിക്കൂട്ടുകാരൻ. അമ്മയല്ലാതെ മറ്റാരും ഇല്ലായിരുന്ന കുട്ടിക്കാലത്ത് ഈ മണപ്പുറമായിരുന്നു എന്റെ എല്ലാം. കൂട്ടുകാരൻ, കൂട്ടുകാരി, സഹോദരൻ, സഹോദരി എല്ലാം. അമ്മയുടെ ഉച്ചോർക്കങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ഒന്ന് തനിയായിരിക്കും. വർഷം തോറും ഈ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം നടക്കാറുണ്ട്. എന്താളാണെന്നറിയോ? ശിവരാത്രികളിൽ ഉറക്കം വിളിച്ച് അലഞ്ഞു നടക്കുന്നത് എന്റെ ഒരു ഹോബിയായിരുന്നു. എനിക്ക് പിന്നീട് വന്ന ഒറ്റ ശിവരാത്രി പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. എവിടെയുണ്ടെങ്കിലും ഓടി ഇവിടെ. വിനേട്ടൻ ഇതുവരെ എത്ര ശിവരാത്രികൾ കണ്ടു കാണും? ഒരു എന്തിനാ? എനിക്കെത്ര വയസ്സായെന്നറിയാനാ? അല്ല, നമുക്ക് 1000 ശിവരാത്രികൾ കാണാൻ പറ്റുമോ? അയ്യോ, ഒരു മനുഷ്യായുസിൽ 60 എണ്ണം കാണാൻ പറ്റിയ ഭാഗ്യം. ഇല്ല, എനിക്ക് വിനേട്ടനുമായി ചേർന്ന് 1000 ശിവരാത്രികൾ കാണണം. ഈ മണപ്പുറത്തൊരു കൊച്ചു വീട് വെക്കണം നമുക്ക്. മരിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ അടക്കണം. അവിടെ വിനേട്ടനുമായി ചേർന്ന് 1000 ശിവരാത്രികൾ കാണണം. ഒന്നാമത് വിളക്കിലെ തിരുവീണ കുഴപ്പത്തിലിരിക്കുക, അതിനടക്കാം മരണത്തിന്റെ കാര്യം. പ്ലീസ്, എന്റെ വലിയൊരു ആഗ്രഹമാണ്. നമ്മളില്ലാത്ത ശിവരാത്രികൾ ഇനി ഈ മണപ്പുറത്തുണ്ടാകരുത്. എന്നെ ഇവിടെ തന്നെ അടക്കണം. ആ ഏറ്റു. ഈ മരണത്തിന്റെ കാര്യം നിർത്തുവോ? ഡോക്ടർ എന്നെ ഒന്ന് എക്സാമിൻ ചെയ്യുന്നു. എന്തിനാ? നേരത്തെ ഒരു തലചുറ്റൽ. ആ, അത് ഈ യാത്രയുടെയും ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒക്കെ ആയിരിക്കും. നമ്മൾ എപ്പോഴാ കന്യാകുമാരിക്ക് പോകുന്നത്? ഇപ്പൊ തിരിച്ചാൽ അവിടെ ചെന്ന് ഉദയം കാണാം. പോണം. എങ്ങനെയുണ്ട് മോളെ സൂര്യോദയം? ജീവിതത്തിൽ ആദ്യം കാണാം. ബ്യൂട്ടിഫുൾ. 3 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമാണ് ഈ കന്യാകുമാരി. ഏതൊക്കെ? അത് അറബിക്കടൽ, ഇത് ഇന്ത്യൻ മഹാസമുദ്രം, അത് ബംഗാൾ ഉൾക്കടൽ. ഈ 3 സമുദ്രങ്ങളും അവരുടെ കിന്നാരങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ കൈമാറുന്നത് ഇവിടെ വെച്ചാണ്. നല്ലൊരു സംഗമല്ലേ?
നമ്മുടെ സംഗമത്തെ പോലെ. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, മൂന്നാമതൊരാൾ വേണ്ടേ? വേണം, വരും. എപ്പോ? എപ്പോഴെങ്കിലും വരുമ്പോൾ ഈ സംഗമത്തിന്റെ ഓർമ്മയ്ക്കായി അവൾക്ക് വിനയനും നീനയും സംഗമിച്ച് വിനീത എന്ന പേരിടണം. വിനീതയോ? അതൊരു ആൺകുഞ്ഞായിരിക്കും. പെണ്ണാണെങ്കിൽ വിനീത എന്നിടണം. എനിക്കിനി എന്തിനാ ഒരു പെണ്ണ്? ഒരുപാട് സ്നേഹിക്കാൻ എനിക്കെന്റെ അമ്മയുണ്ട്, പിന്നെ ഒരുപാട് സ്നേഹിക്കാൻ ഈ മോളുമുണ്ട്. ഇനി നമുക്കൊരു ആൺകുഞ്ഞ് മതി. എന്തു പറയുന്നു? സൂര്യോദയം. ഇനി അസ്തമയം കാണണ്ടേ? ഉദയാസ്തമയങ്ങൾക്കാണോ നീനയ്ക്കാണോ ഭംഗി? നമുക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന്. എന്താ ഇത്? 2-3 പ്രാവശ്യം ആയല്ലോ. എന്താ കാര്യം? ഊട്ടിന്ന് പുറപ്പെടും മുൻപ് ഞാനൊരു രഹസ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ. ഇന്നലെ മണപ്പുറത്ത് വെച്ച് എനിക്കൊരു തലചുറ്റൽ വന്നില്ലേ? അതെ. ആ കഴിഞ്ഞു തരൂ. അവൾ അനങ്ങി 1-2 വട്ടം. എന്താ നീന, എന്തായി പറഞ്ഞേ? ഞാനൊരു അമ്മയാവുകയാണ്. എന്നിട്ടാണോ മോളെ ഇത്രയും ദൂരം യാത്ര ചെയ്തത്? സാരമില്ല, ഒരു നല്ല മുഹൂർത്തം നോക്കി പറയാമെന്ന് കരുതി. അതിരിക്കട്ടെ. ആരനങ്ങിയെന്നാ പറഞ്ഞേ? അവൾ വിനീത. ഈ നാവ് കൊണ്ട് അത് തന്നെ പറയൂ. അവളല്ല, അവൻ 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 അവൻ. നാവുദോഷം തീരാൻ വടക്കോട്ട് നോക്കി 3 പ്രാവശ്യം തുപ്പണമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇനി ചോദിക്കും, ഈ സമയത്തൊക്കെ ഏത് ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നാ ചോദിക്കും. ഒരു കൊച്ചു മോഹൻ ചോദിക്കട്ടെ. ആ അസ്തമയ സൂര്യന്റെ ഒരു കഷ്ണം ഒടിച്ചെടുത്ത് എന്റെ മടിയിലിട്ട് തരാമോ?